ഇടുക്കി നെടുങ്കണ്ടത്ത് 200 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. നെടുങ്കണ്ടം സ്വദേശി ഷമീർ ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 7 ലക്ഷം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. പച്ചക്കറി വ്യാപാരത്തിന്റെ മറവിലായിരുന്നു വിൽപ്പന. മുഹമ്മദ് ആഷിഖ് തരും വാർത്തയുടെ വിശദാംശങ്ങൾ. ആഷിഖ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയല്ല, എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിലാണ് വലിയ തോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിച്ചെടുത്തിട്ടുള്ളത്. ഏതാണ്ട് 15 ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന 1000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത്. നെടുങ്കണ്ടം സ്വദേശിയായിട്ടുള്ള പടിഞ്ഞാറെ കവലിയിൽ പുത്തൻ വീട്ടിൽ ഷമീർ ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്നാണ് ഇത്ര വലിയ അളവിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് എന്നുള്ളതാണ്. ഇയാൾ മൊത്ത വ്യാപാരിയാണ്, ലഹരി വസ്തുക്കളുടെ മൊത്ത വ്യാപാരിയാണ് എന്നാണ് എക്സൈസ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഏതാണ്ട് 200 കിലോ ഓളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് കണ്ടെടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാന് സമാന്തരമായി തന്നെ എക്സൈസ് സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയ തോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടികൂടിയിട്ടുള്ളത്. ശരി, മുഹമ്മദ് ആഷിഖാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇടുക്കിയിൽ നിന്ന്.